1200 രൂപ വാടക കെട്ടിടത്തിൽ 5 അനാഥ കുട്ടികളെയും കൊണ്ട് 30 വർഷം മുമ്പ് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള. ഡോക്യുമെന്ററിയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. ഒരു ദീർഘമായ സഞ്ചാരം, ആ സഞ്ചാരത്തിൽ ഒരുപാട് വേദനകളും യാതനകളും കണ്ണുനീരും മറ്റ് പല കാര്യങ്ങളും കൂട്ടമായി തന്നെ അനുഭവിച്ച് 30-ാം വർഷത്തിലോട്ട് എത്തിയപ്പോൾ അത് ഏകദേശം 27 വർഷമായപ്പോൾ തന്നെ ആണ് നാഷണൽ NGOs കോൺഫെഡറേഷൻ രൂപീകരിച്ചത്. നമ്മുടെ ആൾക്കാരെല്ലാം പറയുന്നത് പോലെ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയണം എന്നുള്ളൊരു പ്രക്രിയയാണത്. കേരളത്തിലെ ഏറ്റവും വലിയ NGO ആണ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്. ഇന്ന് 126 സ്ഥാപനങ്ങൾ, 200-ലധികം പ്രോജക്റ്റുകൾ, 465 ശമ്പളം പറ്റുന്ന ജീവനക്കാർ, കൂടാതെ 10,000-കണക്കിന് ഡയാലിസിസ് രോഗികൾ. ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ 4ാമത്തെ വലിയ NGO ആണ്. മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെ അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന NGOകളെല്ലാം കൈപിടിച്ചുയർത്തണം എന്നുള്ള സന്ദേശവുമായി, എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് നാഷണൽ NGOs കോൺഫെഡറേഷൻ രൂപീകൃതമായത്. ഞങ്ങളെ സംബന്ധിച്ച്, സത്യസായി ഓർഫനേജ് ട്രസ്റ്റിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത്. അതിനോട് എല്ലാവരും അതിനോടൊപ്പം ഉയർന്നു വരണം. CSR എന്താണെന്ന് മനസ്സിലാക്കണം, IT എന്താണെന്ന് മനസ്സിലാക്കണം, 35AC എന്താണെന്ന് മനസ്സിലാക്കണം, ATG എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. കുട്ടികൾക്കെല്ലാം ഇന്ന് ലാപ്ടോപ്പ് കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം 5000 ലാപ്ടോപ്പിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. 5000 ലാപ്ടോപ്പ് ഇൻറ്റു 20,000 രൂപ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എത്രയായിന്നറിയോ? പെട്ടെന്ന് പറയാമോ സംഖ്യ? 10 കോടി കഴിഞ്ഞില്ലേ? ഇല്ലേ? അപ്പൊ വിദ്യാർത്ഥിനികളോട് ഒറ്റക്കാര്യം പറയാനുള്ളത്, ലാപ്ടോപ്പിൻ്റെ ഒപ്പം നിങ്ങൾക്കൊരു ബാഗ് കിട്ടും. ആ ബാഗിൽ അല്പം ഈർപ്പമുണ്ടായിരിക്കും. ആ ഈർപ്പം ഞങ്ങളുടെ എല്ലാം വിയർപ്പിൻ്റെയും ഞങ്ങളുടെ എല്ലാം അല്പം കണ്ണുനീരിൻ്റെ ആണെന്നുള്ള മാത്രം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നുവെച്ചാൽ അതൊരു കാരണവശാലും ദുരുപയോഗിക്കരുത്. ഇന്നേത് പോസിറ്റീവായ കാര്യങ്ങളുടെ അപ്പുറത്തിൻ്റെ 10,000 ഇരട്ടിയാണ് നെഗറ്റിവിറ്റി, ഇല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിലും ഒരു ദിവസം രാവിലെ മുതൽ എങ്ങനെയെല്ലാം നമ്മൾ ഒതുങ്ങിക്കൂടിയാലും നെഗറ്റിവിറ്റി ഒരുപാട് നമ്മളിലോട്ട് ആകർഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങൾക്കൊരു സായി ഗ്രാമത്തിനൊരു ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജുണ്ട്. ഒരു അപേക്ഷ കൊടുക്കാതെ മഹാനായ ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് നൽകിയൊരു സമ്മാനമാണത്. അപേക്ഷ കൊടുക്കാതെ ജിയോ കിട്ടി, അതൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞത് കാരണം എനിക്ക് പറയാം. ജിയോ കിട്ടി, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി വന്ന് എൻ്റെ നിന്ന് അപേക്ഷ മേടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഒരു സ്വപ്നം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം മാതൃകാപരമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റിയതായിരിക്കണം, പക്ഷെ അനുകരിക്കാൻ പറ്റൂല എന്നുള്ളതായിരിക്കണം ഇതിന്റെ സിദ്ധാന്തം. അത് ഞങ്ങളുടെ ഗുരുനാഥനും ഈശ്വരനും ഞങ്ങളുടെ എല്ലാമായ സത്യസായി ബാബ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത 5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ആശുപത്രി സത്യസായി ബാബ നടത്തുവാൻ തുടങ്ങിയിട്ട് 45 വർഷം, കാരണം ബാംഗ്ലൂർ നടത്താൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഏറ്റവും കൂടുതൽ രോഗികൾ പോയത് മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നുമാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക്. മലപ്പുറത്ത് നിന്ന് മാത്രം പരിപൂർണമായി സൗജന്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തവർ 68,000 ആളുകളാണ്. ഇൻറ്റു 1000 അല്ല ലക്ഷം വെച്ച് നിങ്ങൾ കണക്കായിക്കോളൂ. അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഗുരുനാഥന്റെ മഹിമ. ആയതുകൊണ്ട് തന്നെ ഈ കോളേജ് കിട്ടി 24 മണിക്കൂറിനകം മുഖ്യമന്ത്രി
പിണറായി വിജയൻ അവർക്കൊരു എഴുത്ത് കൊടുത്തു, മാനേജ്മെന്റ് സീറ്റ് വേണ്ട എന്ന്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. എന്ന് വെച്ചാൽ മറ്റൊരു കോളേജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുമാവട്ടെ, അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്നപ്പോൾ 18 വർഷം മുമ്പ് ആരംഭിച്ചതാണ് സൗജന്യ ഡയാലിസിസ് കേന്ദ്രം. അന്ന് മെഷീൻ വാടകയ്ക്കെടുത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നീങ്ങി ഇന്ന് 16ാമത്തെ ഡയാലിസിസ് സെന്റർ സൗജന്യം. മിനിയാന്ന് ഞാനും അനന്തു കൃഷ്ണനും കൊച്ചി ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരം ചെന്ന് കൊച്ചി ദേവസ്വം ബോർഡുമായിട്ട് MOU സൈൻ ചെയ്തു. 16ാമത്തത്. ആ ഡയാലിസിസ് സെന്ററിന്റെ കഥ പറയുമ്പോൾ ഞാൻ ഓരോ ജില്ലയിലും ചെന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിലും അതൊക്കെ ഓർമ്മയിൽ വരാതിരിക്കാൻ പ്രയാസമാണ്. ഇവിടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ കലക്ടറായിരുന്ന ലത എന്നാണ് എൻ്റെ ഓർമ്മ. അവരെന്നെ ഒരു തവണ വിളിച്ചിട്ട് പറഞ്ഞു, ബീച്ച് ആശുപത്രിയിൽ, ഞാൻ ആദ്യമായിട്ടാണ് ബീച്ച് ആശുപത്രി കാണുന്നത്, ബീച്ച് ആശുപത്രിയിൽ കുറേ ഡയാലിസിസ് മെഷീൻ കേടായി, അതായത് പുതിയത് കിടന്ന് നശിക്കുന്നു, ആനന്ദകുമാർ ഇടപെടണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. എൻ്റെ പ്രതിനിധികളായ ഷാജി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. കലക്ടറായിട്ട് ആദ്യം മീറ്റിംഗ് കൂടി. അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി കാര്യങ്ങളെല്ലാം കണ്ടു. അവിടെ കറണ്ടിൻ്റെ മറ്റ് വ്യവസ്ഥകളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതെല്ലാം ഏകദേശം MOU റെഡിയാക്കാൻ പറഞ്ഞു. MOU റെഡിയാക്കി കളക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് അത് ഇന്നുവരെ അതിന് മറുപടിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ ഇരിക്കുന്നതാണ്. പക്ഷേ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കളക്ടറെ ഞാൻ വിളിച്ചു, പലതവണ വിളിച്ചിട്ടാണ് ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സൂപ്രണ്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നു, ആയിക്കോട്ടെ, പക്ഷെ ആ മെഷീൻ അവിടെ കിടന്ന് ഇനി നശിച്ചാൽ ഞാൻ ഹൈക്കോടതി പോകും. ഹൈക്കോടതിയിൽ അങ്ങനെ അത്യാവശ്യത്തിന് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പോകുമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും 1 മാസത്തിനകം ബീച്ച് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ തുടങ്ങി. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ പേര് വരണമെന്നില്ല, അതൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഇതിനകത്ത് പലരും ഒരുപക്ഷെ നാളെ കലക്ടറാകാം, ഡോക്ടറാകാം, എന്തെങ്കിലുമൊക്കെ ആയി മാറുമായിരിക്കും. അപ്പൊ പറയുന്നത്, ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ സാമൂഹ്യ സേവനവും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനവുമായി എത്തുന്ന ആളുകളെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഏറ്റവും പുതിയതായിട്ട് കാസർഗോഡ് ജില്ലാ കലക്ടർ എൻഡോസൾഫാൻ എന്ന ആളുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. എൻഡോസൾഫാന് വേണ്ടി കേരളത്തിൽ മെഗാ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കിയത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റാണ്. അതും മറ്റൊരനുഭവത്തിൽ മഹത്തായ എൻ്റെ പ്രിയ സുഹൃത്തും ഈ കേരളത്തിൻ്റെ ജീവനാംശവുമായ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം ഒരു 15 ഏക്കർ സ്ഥലം സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന് തരുവാൻ അദ്ദേഹം എടുത്തത് 72 മണിക്കൂർ. 72 മണിക്കൂർ. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ 46 വർഷമായി വോട്ട് ചെയ്തിട്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചായ കുടിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലും പോയി ചായ കുടിക്കും. അതെന്റെ കഴിവ്, എന്റെ പേഴ്സണൽ കപ്പാസിറ്റി, എന്റെ പ്രസ്ഥാനത്തിന്റെ മഹിമ. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ എല്ലാവരോടും ആലോചിക്കും, നിങ്ങൾ ഏത് ഉന്നത പദവിയിലെത്തിയാലും. അപ്പൊ ആ സൂപ്രണ്ടിനെ മാറ്റാനായിട്ട് KN ആനന്ദകുമാറിനെ സംബന്ധിച്ച് 24 മണിക്കൂർ മതി. ഇവിടെ ആര് ഭരിച്ചാലും എനിക്കത് മതി. പക്ഷെ അതൊന്നും ചെയ്തില്ല. അവരവരുടെ തൊഴിലും ചെയ്തോട്ട് പോട്ടെ. അവരിയ്ക്കുമ്പോൾ തന്നെ ഉദ്ഘാടനം നടക്കണമെന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഉദ്ഘാടനം നടന്നു. ഇതൊക്കെ ആരോട് ഫൈറ്റ് ചെയ്യണത്? ഇപ്പൊ ഈ കളക്ടറുടെ കാര്യം പറയുമ്പോൾ 8 കോടി രൂപയുടെ ഒരു ടൗൺഷിപ്പ് ആദ്യം ഉണ്ടാക്കി. 45 വീടുകൾ, അനുബന്ധ സൗകര്യങ്ങൾ, അങ്ങനെ ഒരു ടൗൺഷിപ്പ് പാവപ്പെട്ടവർക്ക് വേണ്ടി കേരളത്തിൽ നിർമ്മിച്ചിട്ടില്ല. കുട്ടികൾക്ക് ഉള്ള ചിൽഡ്രൻസ് പാർക്ക് വരെ അതിനകത്ത് ചെയ്തു. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു, പിണറായി വിജയൻ വന്ന് താക്കോൽദാനം ചെയ്തു. 23 വീട് താക്കോൽദാനം ചെയ്തിട്ട് പിന്നെ ഒരൊറ്റക്കിടപ്പ്, ബാക്കി 22 വീട് കൊടുത്തില്ല. കാട് കയറി നശിച്ചു. വേറൊരു സ്ഥലത്ത് ജോയി ആലുക്കാസും ഞങ്ങളും കൂടെ ജോയിന്റ് ആയിട്ട് 36 വീട് വെച്ചു. എന്മകജെ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉണ്ടായതാണ്.